ഈ വർഷം ഇറങ്ങിയ അൺബോർഡ് കൺമണി. അതിലെ സബ്ജക്റ്റ് തന്നെയാണ് ഇതിൽ വേറെ ഡോക്ടറുടെ ആംഗിളിൽ കാണിക്കുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. മറ്റേ രണ്ട് സിനിമയും കണ്ടിട്ട് മറ്റേ രണ്ടും നല്ല ഫിലിമാണ്. അത് രണ്ടും കണ്ടിട്ട് ഇതിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അതിൽ അതേ കാര്യം തന്നെ ഇതിൽ കാണിക്കുന്ന ഒരു IVF ഹോസ്പിറ്റൽ, ഇതിലെ ആള് IVF ഡോക്ടറായിട്ട് കാണിക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് പുതുമയായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം അടുപ്പിച്ചൊരു 3 സിനിമ ഒരേ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഇത് മൂന്നാമത് ഇറങ്ങിയാണ്. അപ്പം നമുക്ക് ഒരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. കോമഡി ഒന്നുമില്ല, വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ്. പിന്നെ അവരിടയ്ക്ക് ചെറിയ കോമിക് എലമെന്റ് കാണിക്കുക, അത് നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. പൊതുവെ വലിയ ആളില്ലായിരുന്നു. കാരണം ഉണ്ണി മുകുന്ദനും നിഖിലയ്ക്ക് ഒരുപാട് ഹാറ്റേഴ്സ് ഉണ്ട്. അവര് ഇതിനെക്കാട്ടിയും വളരെ മോശമായിട്ടൊക്കെ പറയും. അങ്ങനത്തെ ഒന്നുമില്ല, അവര് അഭിനയത്തിന് ഒരു കുഴപ്പം. പക്ഷെ ഈ മലയാളത്തിൽ ഇപ്പൊ അടുപ്പിച്ചിറങ്ങിയ 2 സിനിമകളുടെ അതേ വിഷയം ഈ സിനിമയിൽ വരുന്നത് കൊണ്ട് നമുക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷെ പുള്ളി എനിക്കൊന്ന് ഈ 2 ഫിലിം നേരത്തേക്ക് ഇറങ്ങിയതാണ്. പുള്ളി അതൊക്കെ കണ്ടിട്ട് ഈ ഒരു സബ്ജക്റ്റ് ഉണ്ണി മുകുന്ദൻ ഏറ്റെടുത്താൽ മതിയായിരുന്നു. ചിലപ്പോൾ അതിന് ഒരു പക്ഷേ ഈ 2 സിനിമകൾ ഇറങ്ങും മുമ്പേ ഷൂട്ട് ചെയ്യുന്ന സിനിമയാണോ എന്ന് അറിയാൻ പാടില്ല. അതിൽ അതേ വിഷയം തന്നെയാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് നമുക്കൊരു പിന്നെ അതിൽ സരഗസിയെ കുറിച്ച് പറയുന്നത്, ഇതിൽ അതും അതിൻ്റെ ഒരു കുറച്ച് എലമെന്റ് അതും കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിന്റെ ഒരു പുതുമയില്ലാത്തതുകൊണ്ട് ഒരു എനിക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നു. ഒരുപാട് സമയം ഉറക്കമൊക്കെ വന്നു പോയി. പക്ഷെ മൊത്തത്തിൽ ഒരു നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ മറ്റേ 2 ഫിലിം ഇറങ്ങി പോയത് കൊണ്ട് ഈ സിനിമ നമുക്ക് അത്ര സുഖമായിട്ട് തോന്നും. ഹോസ്പിറ്റൽസിന്റെ ആ ഒരു ഹോസ്പിറ്റൽസിന്റെ ഇതായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇല്ലല്ല, അത് മാച്ചുകളാണ്. ഞാൻ ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് നമ്മൾ ഓക്കെ ശരി ഇതാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ലല്ല മാച്ചുകളാണ്. ഇയാളുടെ പേഴ്സണൽ ലൈഫ് മീൻസ് അങ്ങനെ എന്താണ്ടൊക്കെയോ കാണിച്ച് പിന്നെ അവസാനം പിന്നെ എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയ മതി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. അപ്പം എനിക്ക് ഒട്ടും വർക്കൗട്ടായില്ല സിനിമ.